ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നേ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് വന്നേക്കുന്നത് നമ്മളെല്ലാം വീട്ടിൽ, അതായത് സാധാരണക്കാരെല്ലാം വീട്ടിൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കൂടുതൽ. ഞാനും ഇവിടെ അഭിമുഖീകരിക്കുന്നുണ്ട്. നമുക്കൊരു 3000-4000 ഇടയ്ക്കൊക്കെ ബില്ല് ഏകദേശം വരുന്നത്, ഒരു ആവറേജ് ഒക്കെ നോക്കുമ്പോൾ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഞാൻ പലരോടും നമ്മൾ പറഞ്ഞായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ ഒരു മറ്റാളെ പുള്ളിയുടെ സുഹൃത്തിനെ പരിചയപ്പെടാനിടയായി. അപ്പം അദ്ദേഹം സോളാറിൻ്റെ ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞ് പുള്ളി സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് വീട്ടിൽ സോളാർ നല്ലൊരു പരിഹാരമാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പുള്ളിയുടെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തി. അപ്പം നമ്മൾ ആ വ്യക്തിയെ, അതായത് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്ത്, പുള്ളിയുടെ പേര് രജിൻ എന്നാണ്. പുള്ളി നമ്മുടെ പത്തനംതിട്ടയിൽ മഹീന്ദ്ര സോളറൈസിൻ്റെ പ്രൊജക്ട് ലീഡാണേ. അപ്പോൾ നമുക്ക് രജനി ഒന്ന് പരിചയപ്പെടാം. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കാർക്കെല്ലാം കുറേ സംശയങ്ങളുണ്ട് സോളാറിനെ പറ്റി. നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർക്കെല്ലാം ഉള്ള സംശയങ്ങൾ നമുക്ക് രജനിയോട് ചോദിച്ച് മനസ്സിലാക്കാം. രജനെ, നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ചോദിക്കുന്നത്, എനിക്കുള്ള കുറെ സംശയങ്ങൾ ചോദിക്കാം. തീർച്ചയായിട്ടും. ഈ സോളാർ സിസ്റ്റമായിട്ട് ഉള്ള നമ്മൾ ഇതിനകത്തൊന്നും ഫെമിലിയർ അല്ല. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ രജനെ പരിചയപ്പെടാൻ ഇടയായത് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് വഴി തന്നെയാണ്. അപ്പൊ ഈ എൻ്റെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ എൻ്റെ പ്രേക്ഷകർക്കും കൂടെ അത് ഉപകാരപ്പെടുന്നതാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഈ സോളാർ സിസ്റ്റം, നിങ്ങളുടെ ഈ സിസ്റ്റത്തെ പറ്റി ഒന്ന് ഡിഫൈൻ ചെയ്യാം, ചെറുതായിട്ടൊന്ന് പറയാം. തീർച്ചയായിട്ടും. ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് മഹേന്ദ്ര സോളറൈസിലാണ്. പത്തനംതിട്ട ജില്ലയുടെ പ്രൊജക്ട് ലീഡായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിലവിലിപ്പം സാറിന്റെ പ്രശ്നം ഏകദേശം 3000 മുതൽ 4000 വരെയല്ലേ സാറിന് ബില്ല്? തീർച്ചയായിട്ടും സാറിന് ഒരു 3 കിലോ വാട്ടിന്റെ സിസ്റ്റമാണ് സാറിന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. 3 കിലോ വാട്ട്. പിന്നെ അതിനെക്കാട്ട് കൂടുതൽ നമുക്ക് ചിന്തിക്കണമെങ്കിൽ ഇനി ഭാവിയിലെ AC അല്ലെങ്കിൽ ഇനി EV ഇലക്ട്രിക്കൽ വെഹിക്കിളോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കത് 3 എന്നുള്ളത് അതിന്റെ ഉപയോഗം അനുസരിച്ച് നമുക്കത് അന്നേരം നമുക്ക് 3 kV മുകളിലോട്ട് പോകേണ്ടി വരും. ഇപ്പോഴേ അതെ EV ഒക്കെ ഉപയോഗം തീർച്ചയായിട്ടും ഉപയോഗം കൂടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 3 മുകളിലേക്ക് പോകേണ്ടി വരും. ശരി ശരി. ഇപ്പൊ നിലവിലെ ഉപയോഗം അനുസരിച്ച് സാറിന് ഒരു 3 കിലോ വാട്ടാണ് സാറിന് ആവശ്യം. ഈ 3 കിലോ വാട്ടിനുള്ളിൽ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യും? വീട്ടിനുള്ളിലുള്ള ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാ? അതായത് അറ്റ് എ ടൈമിൽ എന്തൊക്കെ എക്യുപ്മെന്റ് കൊടുക്കാൻ പറ്റും? നമ്മളിപ്പോ എങ്ങനെയാണോ സാർ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ എല്ലാം ഉപയോഗിക്കാം. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാം, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാം, റെഫ്രിജറേറ്റർ ഉപയോഗിക്കാം, പിന്നെ ലൈറ്റ് ഫാൻ എല്ലാം 3 kVക്കുള്ളിൽ വരുന്ന എന്ത് ഉപയോഗിക്കാം? അതെ, അത് എല്ലാവരും ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഈ സോളാറിൽ ഡയറക്റ്റ് ആണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്? അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അകത്തെ വയറിങ്ങുമായിട്ട് ഒരു ബന്ധമില്ല. സോളാറിന് അകത്തെ വയറിങ്ങുമായിട്ട് ബന്ധമില്ല. നേരെ നമ്മൾ മീറ്റർ ഉണ്ടല്ലോ, KSEBയുടെ മീറ്ററിന്റെ ആ ഫ്യൂസ് യൂണിറ്റിന്റെ അവിടെ ആയിരിക്കും നമ്മുടെ വയറിംഗ് വരുന്നത്. അപ്പൊ നമുക്ക് 2 സപ്ലൈ, KSEBയുടെ സപ്ലൈ വരുന്നത് പോലെ തന്നെ സോളാറിന്റെ ഒരു സപ്ലൈ കൂടെ വരും. നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ 1 HP താഴെ ഉപയോഗിക്കുന്ന ഒരു മോട്ടർ, വെള്ളം അടിക്കുന്ന പമ്പ് ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ സാറേ, നമുക്ക് ഏത് എക്യുപ്മെന്റ്സ്, നമുക്കിപ്പോ സാറിന്റെ വൈദ്യുതി ബില്ലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തത്. വൈദ്യുതി ബില്ലില് സാറിന് എത്ര യൂണിറ്റ് ആണ് വന്നതെന്ന് നമ്മൾ ആദ്യം നോക്കിയത്. ശരി. ഒരു ദിവസം എത്ര യൂണിറ്റ്? ഒരു ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. അതിൽ വന്നേക്കുന്നത് 2 മാസത്തെ ബില്ലാണ്. അപ്പൊ 2 മാസത്തേക്ക് നമ്മൾ ഒരു ദിവസത്തേക്ക് കണ്ടുപിടിച്ചപ്പോൾ സാറിന് ഏകദേശം 7 to 8 യൂണിറ്റ്സ് ഒക്കെയാണ് അതിൽ വന്നേക്കുന്നത്. അതിൽ ആവറേജ് 12 യൂണിറ്റ് വരെ സാറിന് ഉപയോഗിക്കാം പെർ ഡേ. ആവറേജ് 12 യൂണിറ്റ്. അതായത് ഒരു വർഷത്തെ ആവറേജ് ആണ്. മഴയും വെയിലും എല്ലാം പരിഗണിച്ചുള്ള കാര്യമാണ് പറയുന്നത്. നമുക്ക് അതുപോലെ ഈ സോളാർ സിസ്റ്റം വെക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഗുണം, ബെനിഫിറ്റ്സ് ഉള്ളത്? പ്രധാനമായിട്ടുള്ളത് വൈദ്യുതി ചാർജ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മുടെ സാധാരണ ഇൻവെർട്ടർ ഉണ്ടല്ലോ, ബാറ്ററിയും മറ്റുള്ള ഇതും കൂടെ വെച്ചുള്ള ആ സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെ, ഓഫ് ഗ്രിഡ്, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സോളാർ ഓൺ ഗ്രിഡിന് എന്തൊക്കെയാ ബെനിഫിറ്റ് ഉണ്ട്? ഇപ്പൊ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയുന്നത് 78,000 രൂപ സബ്സിഡി. അത് ഓഫ് ഗ്രിഡിനില്ല. ഓൺ ഗ്രിഡ് 78,000 രൂപ സബ്സിഡി കിട്ടുന്നത് ഇപ്പൊ. അതേപോലെ തന്നെ പിന്നെ ഇതിന് ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പൊ ഇനിഷ്യലായിട്ട് നമുക്ക് ഇപ്പൊ 2 ലക്ഷം രൂപ വരെ നമുക്ക് അവിടുന്ന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പം പൈസ പെട്ടെന്ന് എടുക്കാനില്ലെങ്കിൽ നമുക്കിപ്പോ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കിലും സൂര്യഘർ സ്കീം പ്രകാരം 2 ലക്ഷം രൂപ വരെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവര് നാഷണലൈസ്ഡ് ബാങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. നാഷണലൈസ്ഡ് ബാങ്കിൽ, അതെല്ലാം സർക്കാർ സ്കീം വഴി ആയതുകൊണ്ട് എല്ലാം നാഷണലൈസ്ഡ് ബാങ്കിലാണ് കൂടുതൽ ലോൺ കിട്ടുന്നത്. 6.5% അതിന് പലിശ വരുന്നത്. രജനി, അതുപോലെ എനിക്കുള്ള ഒരു സംശയം, അതായത് നമ്മൾ ഇപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് ഈ വീടുകളിലെ ലേഡീസ് മൈക്രോ ഫൈനാൻസ് എടുത്തവർ കാണും, അല്ലെങ്കിൽ നമ്മൾ തന്നെ പല ഫിനാൻഷ്യൽ സമയങ്ങളിൽ ലോൺ എടുത്തവരൊക്കെ കാണും, ചെറിയ ചെറിയ ലോണുകൾ. ഇതൊക്കെ മുടങ്ങിയവർക്ക് സിബിൽ സ്കോറിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അങ്ങനെ സിബിൽ സ്കോറിന് ഇഷ്യൂ ഉള്ളവർക്ക് ബാങ്ക് ഈ സോളാർ സ്കീമിലേക്ക് ലോൺ കൊടുക്കുമോ? സാർ, നിലവിൽ നമ്മൾ ബാങ്കിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിലവില് നമുക്ക് സിവിൽ സ്കോറിന് പ്രശ്നം 3 കിലോ വാട്ട് വരെ യാതൊരു പ്രോബ്ലം ഇല്ല. അവർ നോക്കുന്നില്ല. 3 മുകളിലേക്ക്, അതായത് 2 ലക്ഷം രൂപയിൽ മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് സിവിൽ സ്കോറിന്റെ പ്രശ്നം കൂടുതലായിട്ട് ബാങ്കുകാർ നോക്കുന്നത്. പിന്നെ അദാലത്ത് വഴി ലോൺ ക്ലോസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക്
ലോൺ കിട്ടാൻ പാടായിരിക്കും. പ്രയാസമായിരിക്കും. എന്തായാലും അത് നല്ലൊരു സ്കീമാണ് അല്ലേ? അതെ, കാരണം തീർച്ചയായിട്ടും സിവിൽ സ്കോറിന്റെ പ്രശ്നമുള്ള ഒരു ഭൂരിപക്ഷം പേര് സാധാരണക്കാർക്കെല്ലാം സിവിൽ സ്കോർ ഇഷ്യൂസ് ഉണ്ട്, സ്കോർ പ്രശ്നമുള്ളവരുണ്ട്. കാരണം അത് നല്ലതാ. 3 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വീടിന് എപ്പോഴും ഒരു 3 കിലോവാട്ട് കൂടുതൽ ആൾക്കാർ നമ്മൾ തന്നെ കൂടുതൽ ഈ സോളാർ പ്ലാന്റ് ചെയ്തവരോട് ചോദിച്ചു കഴിഞ്ഞാൽ റൂഫ് ടോപ്പ് എല്ലാം ഏറ്റവും കൂടുതൽ 3 കിലോവാട്ട് ആയിരിക്കും വരുന്നത്. അപ്പൊ അതിന് സർക്കാർ കൂടുതൽ പിന്തുണ പ്രഖ്യാപിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയാണ് അതിന് 6.5% പലിശയ്ക്ക് 2 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുന്നു. പോരാത്തതിന് 71,000 സബ്സിഡി ഉണ്ട്. 3 മുതൽ 10 വരെ 78,000 സബ്സിഡി ഉണ്ട്. ഓക്കെ, നമുക്കപ്പം ഇങ്ങനെ ഒരു പ്ലാന്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, നമ്മുടെ വീടിന്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, മറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ എന്ന് പറയാമോ? പ്രൊസീജിയർ പറഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് KSBയുടെ ഫീസിബിലിറ്റി ഉണ്ടോ അറിയേണ്ടത്. KSBയുടെ ഫീസിബിലിറ്റി, അതായത് നമുക്ക് ട്രാൻസ്ഫോമറിന് ഒരു കപ്പാസിറ്റി ഉണ്ട് സോളാറിന്റെ വൈദ്യുതി എടുക്കുന്നതിന്. അപ്പം നിലവിൽ നമ്മൾ ആദ്യം അതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് KSBയിൽ 1000 രൂപയും അതിന്റെ GST നടത്തി ഫീസിബിലിറ്റി എടുക്കണം നിലവിൽ. അതിനുശേഷം നമുക്ക് വർക്ക് ആരംഭിക്കാം. പിന്നെ അതുപോലെ റൂഫിൽ അതിനുള്ള സ്പേസ് നമ്മൾ നോക്കണം. ഇപ്പം ഫ്ലാറ്റ് കോൺക്രീറ്റ് RCC എന്ന് പറയുന്നത്, RCC കോൺക്രീറ്റ് കെട്ടണം. അതുപോലെ തന്നെ സ്ലോപ്പ്, ചിലടത്ത് ഓടൊക്കെ ഭാഗ്യമൊക്കെ ആയിരിക്കും, പിന്നെ ചിലടത്ത് ഷീറ്റ് ആയിരിക്കും. ചെറുവിടത്തും വെക്കാം. അപ്പൊ അത് നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് കിഴക്ക് പടിഞ്ഞാറായിട്ട് നമുക്ക് ഷെയ്ഡ് ഒന്നും വരാൻ പാടില്ല, വലിയ മരങ്ങളോ ബിൽഡിംഗോ. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. നമ്മുടെ സ്ട്രക്ചർ പ്രത്യേക ടീമുണ്ട്, അവരും വന്ന് അതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത പുറമെ അവരും വരുന്നുണ്ട് രണ്ടാമത് പർച്ചേസ് ഓർഡർ ആയതിനു ശേഷം. രജന, അതുപോലെ മറ്റൊരു സംശയം കൊണ്ട് നമ്മളിപ്പോ ലോൺ ഒരു ബാങ്ക് നമുക്ക് ലോൺ തരാൻ തയ്യാറാണെന്ന്, എത്ര നാളുകൊണ്ടാ തിരിച്ചടവ്, അതിന് ഇൻട്രസ്റ്റ് എത്ര ആണെന്നുള്ള കാര്യങ്ങൾ പറയാമോ? അതെ, ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് 2 ലക്ഷം രൂപ വരെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ 2 ലക്ഷം എന്ന് പറഞ്ഞാൽ 6.5%. SBI പോലെയുള്ള നാഷണലൈസ്ഡ് ബാങ്കുകാർ 6.5%. 2 ലക്ഷം രൂപ വരെ ഉള്ള 2 ലക്ഷം രൂപ വരെ. 2ന് മുകളിലേക്ക് പോകുമ്പോൾ അതിന് ഇപ്പൊ നിലവിൽ 8.65 ആണ്. അപ്പം ഈ 2 ലക്ഷം രൂപ വരെ നമുക്ക്, അല്ലെങ്കിൽ 2ഓ അതിന് മുകളിലോ 10 വർഷം വരെ, അതായത് 120 മാസമാണ് അവർ അടച്ചത്. നമുക്ക് ടൈം കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു മാസം എത്ര രൂപ? 60 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തിക്ക്. ഓക്കെ, നമുക്കിപ്പോ 2 ലക്ഷം രൂപയാണ് ലോൺ അലോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു മാസം എത്ര? ഒരു 1,500-നും 2,000-നും ഇടയിലായിട്ട് വരുത്തും. അത്രയും വരുത്തുള്ളൂ. ഓക്കെ, ഇതിന്റെ മെയിൻ്റനൻസ് ഒക്കെ അപ്പൊ അങ്ങനെ ചെയ്യും? അതായത് ഈ നമ്മുടെ പാനല്, ഈ യൂണിറ്റിനൊക്കെ മെയിൻ്റനൻസിന്റെ കാര്യങ്ങളൊക്കെ അഷ്വർഡ് ആണ്? മെയിൻ്റനൻസ് ഫ്രീ ആണ് ശരിക്കും ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത്. പിന്നെ അതിനാകെ വരുന്ന പറഞ്ഞാൽ പാനൽ വാഷിംഗ് ആണ്. നമ്മളുടെ ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ സാറ് പായൽ പിടിക്കുമായിരിക്കും അല്ലേ? അത് വെച്ചാൽ നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ്. അതായത് ഇപ്പൊ റോഡ് സൈഡിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ധാരാളം വാഹനങ്ങൾ പോകുന്നതാണെങ്കിൽ എപ്പോഴും പൊടി വന്ന് ഇതിലിങ്ങനെ പറ്റി പിടിച്ച് വരും. പിന്നെ ചിലടത്ത് ഇലകൾ കൂടുതലായിട്ട് വന്ന് വീഴുന്നതാണെങ്കിൽ കാറ്റടിക്കുമ്പോൾ ഇലകളൊക്കെ വന്ന് വീണ് ഏരിയ അനുസരിച്ച് ഏരിയ ഡിപ്പെൻഡ് ചെയ്ത് അത് വ്യത്യാസം വരും. അങ്ങനെ അപ്പൊ നമ്മളുടെ ഇപ്പൊ ഇതിനകത്ത് പറയുന്നത് ടെക്നീഷ്യന്മാർ 6 months കൂടുന്ന സമയത്ത് നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതിന് സാറിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 4 months കൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നമ്മള് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലാതെ തന്നെ നിങ്ങൾ അഷ്വേർഡ് ആയിട്ട് ഇത്ര മന്ത് കഴിയുമ്പോൾ? നമ്മൾ സാർ എടുക്കുന്ന സ്കീം പോലെ തന്നെയാണ്. ഇപ്പൊ ഇതിനകത്ത് 4 മാസം കൂടുമ്പോൾ തന്നെ വരുന്ന രീതിയിലും 6 മാസം കൂടുന്ന രീതിയിലുമാണ് വെച്ചേക്കുന്നത്. എപ്പോൾ കോൺടാക്ട് ചെയ്താലും നമ്മുടെ സർവീസ് ടെക്നീഷ്യൻ സൈറ്റിൽ വരും. ഓക്കെ, നമ്മളപ്പോഴേ എന്തൊക്കെ ഡോക്യുമെന്റ് രജിന് സബ്മിറ്റ് ചെയ്യേണ്ട ഈ ഫസ്റ്റ് സ്റ്റെപ്പ്? ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ആധാർ കാർഡ്, പിന്നെ പാസ്ബുക്ക്, സബ്സിഡി കയറാനുള്ളതിന്റെ പാസ്ബുക്ക്, ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ കറണ്ട് ബില്ല് നമ്മൾ ഓൾറെഡി എടുത്തല്ലോ ബില്ല്, അതിൽ 3നും സാറിന്റെ പേര് തന്നെ ആയിരിക്കണം. ഗൈസ്, അതുപോലെ ഇതിനകത്ത് മറ്റൊരു കാര്യം കൊണ്ടൊന്ന് പറയാനുണ്ട്. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട് ഞങ്ങൾ വേറെ ആളുടെ നിന്ന് മേടിച്ച വീടാണ്. ഈ ബിൽഡിങ്ങിന്റെ പഴയ ഓണറുടെ പേര് തന്നെ എപ്പോഴും ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് മസ്റ്റായിട്ടും, ഇപ്പൊ ഞാനും അത് ചെയ്യണം, മസ്റ്റായിട്ടും നമ്മുടെ പേരിൽ മാറ്റണം, ഓണർഷിപ്പ് മാറ്റണം. അത് ഒന്ന് ഓർത്തിരിക്കണം. നമ്മുടെ പേര്, പിൻകോഡ്, അഡ്രസ്സ്, ഇതെല്ലാം ബാങ്കിലേത്, ആധാറിലേത്, ഇലക്ട്രിസിറ്റി ബോർഡിലേതെല്ലാം സെയിം ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലേ രജനി? അത് ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അതെ, നമുക്ക് എപ്പോഴും ബില്ലിലെ പേരാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ബില്ലിലെ പേര് പോലെ തന്നെ ആയിരിക്കണം. ഇപ്പൊ കാരണം നമ്മൾ സബ്സിഡിക്കൊക്കെ അവിടെ അയച്ചു കൊടുക്കുമ്പോഴേ അതെല്ലാം അപ്ലോഡ് ചെയ്യുമല്ലേ. അപ്പൊ അതിനകത്ത് ഇതെല്ലാം സെയിം ആണെങ്കിൽ നമുക്ക് സബ്സിഡിക്ക് ഒന്നും ഡിലേ വരത്തില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് അത് ക്രെഡിറ്റ് ആവും. രജനി, അതുപോലെ ഒരു സംശയങ്ങളുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടു ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എന്തൊക്കെ നിയമങ്ങൾ മാറുകയാണ്, 5 kVയുടെ ഈ സിസ്റ്റം വെക്കുകയാണെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു കേട്ടു. 3 kV വരെ കുഴപ്പമില്ലെന്നൊക്കെ കേട്ടോ. എന്താ അതിന്റെ കാര്യങ്ങളൊന്ന് പറയാം? അതെ, നിലവിലത്തെ ഇപ്പൊ ഡ്രാഫ്റ്റ് അനുസരിച്ച് ഇതിപ്പം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇത് ഏകദേശം പ്രാബല്യത്തിൽ വരുന്നത് അവർ പറയുന്നത്, ഡ്രാഫ്റ്റിൽ പറഞ്ഞേക്കുന്നത് ഏകദേശം ഒരു ഒക്ടോബർ 1 മുതലാണ്. അപ്പൊ അതിന് മുൻപിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് പുതിയ നിയമം ബാധകമല്ല. ഈ 2025 ഒക്ടോബർ 1 മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. നമുക്ക് സെപ്റ്റംബർ 31 വരെ ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് നമുക്ക് ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നില്ല, പഴയ നിയമത്തിൽ തന്നെ തുടർന്നു പോകാം. അപ്പൊ അതായത് ഒരു 3 കിലോവാട്ടിന് ഇപ്പം മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് പുതിയ നിയമത്തിൽ വെച്ചാൽ 3 കിലോവാട്ടിന് വലിയ പ്രശ്നം വരുന്നില്ല.
ഓക്കെ. അതിനകത്ത് കാര്യമായിട്ട് പ്രശ്നം വരുന്നില്ല. അതുമല്ല നമ്മുടെ പത്തനംതിട്ടയിലേ ഈ ഇതിന്റെ ഓഫീസ് എവിടാന്നൊക്കെ ഒന്ന് പറയാമോ, നമ്മുടെ പ്രേക്ഷകർ അറിയാനും വേണ്ടി ഒന്ന്? ഓക്കെ, നമ്മുടെ ഓഫീസ് വരുന്നത് പത്തനംതിട്ട കുമ്പഴയിലാണ്. ഉം. കുമ്പഴയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുമ്പോൾ ഏകദേശം അവിടെ നിന്ന് 200 മീറ്റർ പോയി കഴിയുമ്പോൾ ഇടത് സൈഡ് 1-ാം നിലയിലായിട്ടാണ് നമ്മുടെ ഓഫീസ്. അത് നമ്മുടെ അവിടെ ഒരു ബാർ ഉണ്ടല്ലോ, ഹിൽസ് ഹിൽസ് പാർക്ക്, അത് കഴിയുമ്പോൾ ഹിൽസ് പാർക്കിന്റെ ഓപ്പോസിറ്റ് ഏകദേശം ഓപ്പോസിറ്റ് ആണ്. അതെ 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 അതെ. അത് ഹിൽസ് പാർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ട് പറഞ്ഞു. അപ്പം രജനി വളരെ ഉപകാരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന്. അപ്പോഴേ രജിന്റെ നമ്പർ രജിന്റെ വാട്സാപ്പ് നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുക്കാം. അതിന്റെ കമ്പനി നമ്പരും മഹേന്ദ്രയുടെ കമ്പനി കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് അത് ഉപകാരപ്പെടും. ആർക്കെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിനെ കോൺടാക്ട് ചെയ്യും. നമ്മുടെ രജിന് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിന്റെ ഇൻചാർജ് ആണ്. അതേപോലെ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള പേപ്പറുകളും കാര്യങ്ങളൊക്കെ രജിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഇൻസ്റ്റലേഷന് വരുമ്പം അതിന്റെ ഫ്രെയിം വർക്ക് മുതൽ നമ്മൾ കമ്മീഷനിങ് വരെയുള്ള വീഡിയോസ് നമ്മുടെ ഒരു വീഡിയോ ആയിട്ട് തന്നെ എല്ലാവരെയും കാണിക്കാം. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. രജിനെ വീണ്ടും വളരെ ഉപകാരം. നമുക്ക് വീണ്ടും കാണണം, വരണം കേട്ടോ. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞാലും വരണം. അപ്പം അതിന്റെ പേര് ഗൈസ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യണം. മറന്നു പോലെ ആരും എല്ലാവരും എല്ലാം ചെയ്തേക്കണേ, നമ്മളെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.